സർക്കാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ബോധപൂർവം വൈകിപ്പിക്കുന്നതാണെന്നും ഇപ്പോൾ നടക്കുന്നത് ഒരു നാടകമാണ് എന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലെ നടപടികൾ, അതിൽ CPM-നെ, പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന അറസ്റ്റുകൾ, ഇതിലൊക്കെയുള്ള ജനശ്രദ്ധ തിരിക്കാൻ, അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചർച്ചയാകുന്നതിന് തടയിടാൻ, അതിന് പകരം പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെ എടുത്തു കാണിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നതാണ് ആക്ഷേപം. ഏറ്റവും ഒടുവിൽ വരിക സഹചരെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മൊബൈൽ ഫോണിൽ വിളിക്കുമ്പോഴുള്ള റിംഗ് ടോൺ എന്നാണ് അറിയുന്നത്. അതും 8 ദിവസത്തിന് ശേഷമാണ് ഫോൺ ഓണായിരിക്കുന്നത്. എന്നിട്ടും അരിച്ചു പെറുക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന, ഒരാളിൽ നിന്നും ഒരു തരത്തിലും മാറി നിൽക്കാൻ കഴിയാത്ത ഒരാളെ പിടികൂടാൻ കേരള പോലീസിന്, ഏറ്റവും സമർത്ഥരായ പോലീസിന് കഴിയാതെ വരികയും ചെയ്തിരിക്കുന്നു. ഈ ആരോപണങ്ങൾ, ഈ സംശയങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയല്ലേ? ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് ഈ ചർച്ചയിൽ പറഞ്ഞത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ ഉണ്ടാകും, അത് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമായിരിക്കും അതിന് വിവരങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നത് എന്നാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു മൈലേജ് ഉണ്ടാക്കാൻ, ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഉള്ള നീക്കം എന്നാണ് അതിനുള്ള മറുപടി. ഈ ചർച്ചയിൽ കേട്ട കൗതുകരമായ കാര്യം, ബഹുമാന്യരായ എൻ്റെ സഹപാനലിസ്റ്റുകൾ, BJP സുഹൃത്തും കോൺഗ്രസ് സുഹൃത്തുക്കളും പരസ്പരം പറഞ്ഞ് വിഷമിക്കുകയാണ്. അതായത് CPM-കാർ തട്ടിക്കൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി വിഷമിക്കുകയാണ്. ഇങ്ങനെ സന്തോഷകരമായ കുറ്റപ്പെടുത്തൽ. താൻ വിചാരിച്ചിട്ടല്ലയോ അങ്ങനെ പോയത്, നിങ്ങൾ വിചാരിച്ചിട്ടല്ലേ അങ്ങനെ പോയത് എന്നൊക്കെ ഉള്ള വല്ല സാധാരണ രീതിയിലുള്ള കൊച്ചു വർത്താനം പറച്ചിലുണ്ടല്ലോ, അതുപോലെയാണ് അവരിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. പ്രതിപക്ഷ നേതാവ് ഒരു താക്കോലെടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിക്കുക, ആവുമെങ്കിൽ എൻ്റെ ഇതൊന്ന് പിടിച്ചു വാങ്ങിക്കാൻ. ഈ രാഹുൽ എന്ന് പറയുന്നയാൾ ഏകദേശം കർണാടകത്തിലാണെന്ന് വ്യക്തമായി. ശ്രീ ഗോപികൃഷ്ണ, കർണാടകം ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ് പാർട്ടിയാണ്. ആ ബലത്തിലാണ് അദ്ദേഹം കർണാടകത്തിലേക്ക് പോയത്. കർണാടകത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളുടെ സംരക്ഷണയിലാണ് അദ്ദേഹം. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പരിധിവരെ പോലീസ് രാഹുലിനെ പിന്തുടരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ CPM താമസിച്ചു, അല്ലെങ്കിൽ രാഹുൽ എതിരായിട്ടുള്ള പരാതി തലേ ദിവസം തന്നെ കിട്ടുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാം. അതെങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് അറിയാവുന്നത്? തലേ ദിവസം ഒരു പരാതി കൊണ്ട് കൊടുക്കുമെന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാം. എന്നിട്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചുകാരൻ തീരുമാനിച്ചാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു മണ്ടത്തര വിളിച്ച് പറയുന്നത്. ഇവർക്ക് രാഹുലിനോടങ്ങ് കീഴടങ്ങാൻ പറഞ്ഞാൽ പോരായിരുന്നു? അപ്പോൾ CPM-ൻ്റെ രാഷ്ട്രീയ നേട്ടം അവിടെ അവസാനിക്കത്തില്ലായിരുന്നു? രാഹുലിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നത് CPM-ൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെങ്കിൽ രാഹുലിനോട് കീഴടങ്ങാൻ പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ രാഹുൽ അറസ്റ്റ് വരിക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ? ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്താൽ പോരായിരുന്നോ? ആ നേട്ടം CPM-നുണ്ടാകുമെങ്കിൽ. അപ്പോൾ ഇതൊന്നും അല്ലല്ലോ കാര്യം. ഇതൊക്കെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ലേ. രാഹുലിനെ പിടിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ അതൊരു പ്രത്യേക വാക്ക് തന്നെ ഉപയോഗിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അത് അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യതയും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഗവൺമെൻറ് ഏറ്റെടുക്കും. അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒളിച്ചു നടക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ സംരക്ഷണവും ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ചിലപ്പോൾ അതിനകത്ത് എടുത്തിരിക്കും. രണ്ടാമത്തെ വശം, സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കഴിയുന്നതെന്നാണോ? തർക്കമില്ലല്ലോ. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇല്ലെങ്കിൽ എന്താ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് ഓടിപ്പോകാൻ? കുറച്ചുകൂടെ എളുപ്പം തമിഴ്നാട്ടിൽ പോകുന്നതായിരുന്നല്ലോ. തിരുവനന്തപുരത്തു നിന്നോ ഒക്കെ പാലക്കാട് നിന്നും പോകാൻ എളുപ്പം തമിഴ്നാട്ടിലേക്കായിരുന്നു. പക്ഷേ പാലക്കാട് നിന്ന് അദ്ദേഹം പോയത് കർണാടകത്തിലേക്കാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പോയത് കർണാടകത്തിലേക്കാണ്. അപ്പോൾ കർണാടകത്തിൽ പോകാനുള്ള കാരണം കർണാടകം കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇത്രയും നല്ല നടപടി ലോകത്താരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന 2-3 ദിവസമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗോപികൃഷ്ണ, നടപടിയെടുത്തത് തിരുവനന്തപുരത്തെ കോടതിയാണ്, ഇവരല്ല. കോടതി ജാമ്യം കൊടുത്തിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിനകത്തുണ്ടാകുമായിരുന്നു. കുറേയധികം പെൺകുട്ടികളുടെ നീറി ഉരുകുന്ന കണ്ണീര് കിടക്കുകയും ചെയ്യും, അദ്ദേഹം കോൺഗ്രസിൽ കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി മാത്രം വെയിറ്റ് ചെയ്തു. അതിനു മുമ്പേ പുറത്താക്കിയെങ്കിൽ കുറച്ചുകൂടി പിടിച്ചു നിൽക്കാനൊരു അവസരം ഉണ്ടാകുമായിരുന്നു. കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കൂടിപ്പോകും ധരിക്കരുത്, മഹിളാ കോൺഗ്രസ് ഉണ്ട്, കർഷക കോൺഗ്രസ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്. അതുപോലെ രാഹുലിനെ നിങ്ങൾ കുറച്ച് ദിവസം കൂടി അതിനകത്ത് നിർത്തിയിരുന്നുവെങ്കിൽ
ലൈംഗിക കോൺഗ്രസ് എന്നൊരു കോൺഗ്രസ് അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. കാരണം അതിന് പറ്റിയ കുറേ ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഇപ്പം എൻ്റെ സഹപാനലിസ്റ്റുകൾ അത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കോൺഗ്രസിൽ തന്നെ നല്ലൊരു പങ്ക് ആളുകൾ രാഹുലിൻ്റെ ഈ ലൈംഗിക വൈകൃതത്തിനെതിരായി രംഗത്ത് വന്നിട്ടുമുണ്ട്. അത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും വന്നിട്ടുണ്ട്. സ്ത്രീകളിൽ ഒരു ചെറിയ പങ്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. പക്ഷേ കോൺഗ്രസിനെ കൊണ്ടുവന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക കോൺഗ്രസ് എന്നൊരു പോഷക സംഘടന ഉണ്ടാക്കാൻ അവർ പൊതുവെ അത്തരം സംഘടനകളെ പോഷക സംഘടനകളായിട്ടാണ് കണക്കാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അങ്ങനെയാണ്, KSU അങ്ങനെയാണ്, മഹിളാ കോൺഗ്രസ് അങ്ങനെയാണ്, കർഷക കോൺഗ്രസ് അങ്ങനെയാണ്. അതിലൊക്കെ നല്ല പ്രവർത്തകരും ഉണ്ട് അവർക്ക്, അന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അത്തരം ഒരു ലൈംഗിക കോൺഗ്രസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അവർ പറയുന്നത് ഇത്രയും മികച്ച ഒരു നടപടി, എന്ത് നടപടിയായി പറയുന്നത്? താങ്കൾ ഈ ഒരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ VR അനൂപിന് ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിയോജിപ്പും അദ്ദേഹത്തിന്റെ എതിരഭിപ്രായങ്ങളും കേൾക്കാം. പറഞ്ഞോളൂ ശ്രീ അനൂപ്. അല്ല, അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞോട്ടെ, വിയോജിപ്പ് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം വിയോജിപ്പ് പറഞ്ഞോട്ടെ, എനിക്ക് തർക്കമില്ല. അല്ല, മര്യാദയില്ലാത്ത വർത്തമാനം പറയരുത്. മര്യാദയില്ലാത്ത വർത്തമാനം പറയരുത്. എനിക്കിവിടെ സംസാരിക്കുന്ന ബഹുമാന്യനായ ഗോപൻ സാർ, അദ്ദേഹം ഒരു ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് പി ശശി ഇരിക്കുന്ന ഓഫീസിൽ, ഈ ഭരണം നിയന്ത്രിക്കുന്ന ഓഫീസിൽ പി ശശിയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പി ശശി ആരാ? കണ്ണൂരിലെ DYFI നേതാവിന്റെ ഭാര്യ, മുൻ MLA മകൾ. ഒരു എന്റെ സമയമാണോ എന്റെ സമയമാണോ അതോ അദ്ദേഹത്തിന്റെ? അല്ലല്ല, മിണ്ടരുത് മിസ്റ്റർ, മിണ്ടരുത്. ലൈംഗിക CPMന്റെ പ്രതിനിധികള്, ലൈംഗിക CPMന്റെ പ്രതിനിധികള്. താങ്കൾ ആ സമയത്ത് ഈ പരാമർശത്തിൽ കൈ ഉയർത്തിയതുകൊണ്ടാണ് ഒരു മിനിറ്റ് ഇനി ഞാൻ വരാം. ഡോക്ടർ PK ഗോപൻ തുടരാം. എൻ്റെ സമയമാണെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ സമയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പ്രകോപനം ഉണ്ടായിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് രാഹുലിനെ നിർത്തിയാൽ, നിങ്ങളുടെ പാർട്ടി നിർത്തിയാൽ ഇങ്ങനൊരവസ്ഥ, ഒരു സാധ്യതയുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഇദ്ദേഹം പറഞ്ഞ 2-3 പേര് പറയാം. PK ശശിയുടെ കാര്യത്തിൽ PK ശശിയെ CPMൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഘടകങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ PK ശശിക്കെതിരായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വന്നതുപോലുള്ള ആരോപണമില്ല. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരായിട്ടും അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. രണ്ടാമത് മുകേഷാണ്. മുകേഷ് CPMൻ്റെ അംഗമല്ല, എന്നാൽ പോലും മുകേഷ് CPMൻ്റെ MLA ആണ്. പക്ഷേ മുകേഷിനെതിരായിട്ടുള്ള പരാതി എന്താ? മുകേഷിനെതിരെ പരാതി കൊടുത്ത അതേ പെൺകുട്ടി തന്നെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് സാർ. അതുപോലെ ബാലചന്ദ്ര മേനോനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. 8 സിനിമ ആക്ടേഴ്സിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്ത ഈ സ്ത്രീയുടെ പേരിൽ ഒരു പോക്സോ കേസും ഉണ്ട്. കാരണം അവരുടെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റ് അല്ല. അതുകൊണ്ട് അവർ ഉന്നയിച്ച ആരോപണം തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റ് അല്ല. അതിൻ്റെ പേരിൽ മുകേഷ് ജയിലിൽ കിടന്നിട്ടില്ല പുറത്താക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ വിഷയം വളരെ ഗൗരവതരമാണ്. നിങ്ങളുടെ 2 MLA വിൻസെൻറ്റിൻ്റെ എൽദോസ് കുന്നപ്പള്ളി ജയിലിൽ കിടന്നവരാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ സമീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പുറത്താക്കിയത്. അതുകൊണ്ട് CPM ഇതുപോലൊരു നടപടി എടുക്കുന്നില്ല എന്ന് പറയുന്നത് യുക്തമല്ല. CPM ഈ കാര്യത്തിൽ, മുകേഷിൻ്റെ കാര്യത്തിലും PK ശശിയുടെ കാര്യത്തിലും P ശശിയുടെ കാര്യത്തിലൊക്കെ അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ കണ്ടുപിടിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചതുപോലുള്ള ഗൗരവതരമായ ആക്ഷേപം ആരുടെയെങ്കിലും പേരിൽ കേരളത്തിൽ ഏതെങ്കിലും പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് വന്നിട്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ശരി, എത്രയോ കേസുകളാണ്. ഇനി പരാതി അദ്ദേഹം പറഞ്ഞെന്താ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ, ഒരാളിൻ്റെ പേരിൽ 2 നടപടിയെടുക്കാൻ പറ്റില്ല. എത്ര പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് പറഞ്ഞത്? എന്നിട്ട് ഇപ്പം എന്തിനാ എടുത്തേ? ഒരാളിൻ്റെ പേരിൽ 2 നടപടി എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. അതുപോലെ പരാതി കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കി. അല്ല, റിനി ജോൺ പറഞ്ഞത് എന്താ? റിനി ജോൺ പരസ്യമായി വന്നതുകൊണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നത്. റിനി ജോൺ പറയുന്നത്, ഞാൻ എൻ്റെ അച്ഛനെ പോലെ കരുതുന്ന ശ്രീ VD സതീശൻ്റെ മുമ്പിൽ ഈ പ്രശ്നം നിരവധി ഉന്നയിച്ചു. അപ്പോഴെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ വിളിച്ച് പറയുന്നത് ഹൂ കെയേഴ്സ് എന്നാ. നിങ്ങൾ പോയി പറ. അവർ പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയാം, സിംഗിൾ ഇൻവെർട്ടർ കോമ, പോയി പറ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു എന്നാ. അങ്ങനെ ഒരുപാട് പേര് പരാതി പറഞ്ഞു. അവസാനം ഒരു പെൺകുട്ടി, 23 വയസ്സുള്ള പെൺകുട്ടി, അത് വിവാഹിതയല്ലല്ലോ, ആ പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് സൈബർ ആക്രമണം നേരിടുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ വെളിച്ചത്ത് വരാതിരുന്നത്. പല സ്ത്രീകളും പറയുന്നുണ്ട് 23 വയസ്സ് മുതൽ 37 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഈ ലിസ്റ്റിൽ പെടുന്നത്. അതുപോലെ ഒരു IAS-കാരിക്കെതിരായിട്ടുള്ള പ്രശ്നം വന്നു. കോൺഗ്രസിൻ്റെ ഉയർന്ന നേതൃത്വ കുടുംബത്തിൽ നിന്ന് പ്രശ്നം വന്നു. ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ വീട്ടിലുണ്ടായ പ്രശ്നം വന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ നടപടിയെടുക്കാതെ ഒരു കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.